السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين وصلى الله وسلم وبارك على سيدنا محمد وعلى آله وصحبه ومن تبعهم بإحسان إلى يوم الدين. أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെടുത്തി മക്ക ഇമാമിന്റെ ഒരു ക്ലിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് വാട്സപ്പിലും മറ്റ് സോഷ്യൽ മീഡിയയിലുമൊക്കെ ഒരു ക്ലിപ്പ് പ്രചരിക്കുകയുണ്ടായി. ഞാൻ ഉൾപ്പെടെ അത് ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ സ്ത്രീ പള്ളിപ്രവേശവുമായി ബന്ധപ്പെട്ടുള്ളതല്ല ആ ക്ലിപ്പ് എന്നും അതുകൊണ്ട് അത് പ്രചരിപ്പിക്കരുത് എന്ന് വേണ്ടപ്പെട്ടവരെ ഉപദേശിക്കുകയും അത് നിർത്തിവെപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആ ക്ലിപ്പിലുള്ള അറബി വാചകങ്ങളൊക്കെ ഉദ്ധരിച്ച് പരിഭാഷപ്പെടുത്തിയതിനു ശേഷം അതിന്റെ അവസാനത്തിൽ ഈ സ്ത്രീ പള്ളിപ്രവേശനം എന്ന വിഷയം എന്തോ ഒരു മഹാപുണ്യമാണ്, സ്ത്രീ സമൂഹത്തിന് അത് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് എന്ന് വരുത്തി തീർക്കാൻ പറ്റും വിധത്തിലുള്ള ഒരു ശ്രമം പുത്തൻവാദികളുടെ കൂട്ടത്തിൽ ദുർവ്യാഖ്യാനത്തിന് ഡോക്ടറേറ്റ് എടുത്ത ഒരു ഉമ്മർ ഫൈസി എന്ന് പറയുന്ന സഹോദരൻ അദ്ദേഹം നടത്തിയതായി ശ്രദ്ധയിൽപ്പെടുകയും അതിനൊരു പ്രതികരണം വേണമെന്ന് ചില സുഹൃത്തുക്കൾ ആവശ്യപ്പെടുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ക്ലിപ്പ് തയ്യാറാക്കുന്നത്. നിങ്ങൾ നോക്കൂ, സ്ത്രീ സമൂഹത്തോട് മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ളവർ ഓരോരുത്തരും പള്ളിയിൽ പോയി നിസ്കരിക്കാനാണോ ഉത്ബോധിപ്പിക്കേണ്ടത്, അതല്ല നിങ്ങൾ പരമാവധി നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിസ്കരിക്കണം എന്നാണോ പറയേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ആ വിഷയത്തിൽ എന്താണ്? നാം നിഷ്പക്ഷമായി ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് പള്ളിയിൽ വന്നുള്ള നിസ്കാരത്തെ ഒരു സാഹചര്യത്തിലും പ്രോത്സാഹിപ്പിച്ചതായിട്ട് രേഖയില്ല. മറിച്ച് നിരുത്സാഹപ്പെടുത്തിയതിന് എമ്പാടും രേഖയുണ്ട് താനും. ബഹുമാനപ്പെട്ട സ്വഹാബികളൊക്കെയും ആ ഒരു നിലപാട് സജീവമായി നടപ്പാക്കിയതായിട്ടാണ് ഇസ്ലാമിക ഗ്രന്ഥങ്ങൾ നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്. ഇദ്ദേഹത്തിന്റെ സംസാരം കേട്ടാ തോന്ന ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ പോയി, ആതിഖ ബീവി പോയി, സൈനബ് ബീവി പോയി, സൗദ ബീവി പോയി, സൈനബ് റളിയല്ലാഹു അൻഹയെ നിസ്കരിക്കാൻ പള്ളിയിൽ നിസ്കരിക്കുമ്പോ ക്ഷീണിച്ചാൽ അവിടെ പിടിക്കാൻ വേണ്ടി ഒരു കയറന്നെ കെട്ടിയിരുന്നു. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കയറയക്കാനും ക്ഷീണം വരികയാണെങ്കിൽ ഇരുന്ന് നിസ്കരിക്കാനും പറഞ്ഞു എന്നൊക്കെ അദ്ദേഹം പറയണ്ടേ. ഇരുന്ന് നിസ്കരിക്കാൻ പറഞ്ഞു എന്നല്ല ഹദീസിലുള്ളത്, ക്ഷീണം വന്നാൽ ഉറങ്ങിക്കോളാനാണ് ഹദീസിലുള്ളത്. അത് വേറെ വിഷയം. ഏതായാലും ഇരിക്കട്ടെ, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുമ്പോ വാസ്തവത്തിൽ ഒരു കാര്യം നമ്മൾ ഈ സ്ത്രീ പള്ളി പ്രവേശനത്തിന്റെ നാൾ വഴികൾ പരിശോധിച്ചാൽ ഒരു കാലഘട്ടത്തിൽ യഥേഷ്ടം എല്ലാവരും പള്ളിയിൽ വന്നിരുന്നു എന്ന് സത്യമാണ്. അങ്ങനെയാണ് ഈ പോയി എന്ന് പറയുന്ന ഹദീസുകളൊക്കെ ഉള്ളത്. എന്നാൽ പിന്നീട് സ്ത്രീ സമൂഹത്തിന് പുരുഷന്മാരിൽ നിന്ന് വ്യത്യസ്തമായി കുറെ നിയമങ്ങളും അവരുടെ രംഗപ്രവേശനത്തിന് കർശനമായിട്ടുള്ള ചില നിലപാടുകളും ഒക്കെ വന്നതിന് ശേഷം ആ പോക്കിന്റെ സജീവത എന്തായാലും ഇസ്ലാം മതത്തിൽ ഇല്ലാണ്ടായിട്ടുണ്ട്. പിന്നെ എന്തായാലും കണിശമായി വിലക്കപ്പെട്ടില്ലല്ലോ എന്നതിന്റെ പേരിൽ പോയ ഒറ്റയും തറ്റയും സ്ത്രീകളുടെ ചരിത്രങ്ങൾ ചിലപ്പോൾ കാണാം. എന്നാൽ അവര് തന്നെയും അവരുടെ ജീവിതത്തിന്റെ അവസാനത്തിൽ അത് നിർത്തി എന്നാണ് ഇസ്ലാമിക ചരിത്രം. ഉദാഹരണമായി ആതിഖ ബീവി റളിയല്ലാഹു അൻഹ, അവര് നേരത്തെ സുബഹിക്കും ഇശാവിനും പള്ളിയിൽ പോയിരുന്നു. എന്നാൽ ഒരു ജുമഅക്ക് പോയത് തെളിവോട്ടില്ലാനും. പക്ഷെ ഇവർക്ക് കാര്യമായിട്ട് ജുമഅക്കാണല്ലോ സ്ത്രീകളെ വേണ്ടത്, അതും കൂടെ നമ്മളോട് മനസ്സിലാക്കണം. എന്നാൽ ആ ആതിഖ ബീവി റളിയല്ലാഹു അൻഹയെ തന്നെ ജമാഅത്തിന് വേണ്ടി സുബഹിക്ക് പോകുന്ന വഴിയിൽ ആരോ തന്റെ ശരീരത്തിലൊന്ന് സ്പർശിച്ചപ്പോൾ ആ സ്പർശനം ഉണ്ടായതോടുകൂടെ ഇന്നാലില്ല ഫസദ സമാൻ, കാലം മോശമായി, ഇനി പെണ്ണിന് പള്ളി സേഫല്ല എന്ന് പറഞ്ഞ് ആ ഉത്തമ നൂറ്റാണ്ടിൽ തന്നെ ഈ ആതിഖ ബീവി എന്ന പോക്ക് നിർത്തി എന്നാണ് ചരിത്രം. അപ്പൊ പോയത് തെളിവാക്കുന്ന ആളുകൾ നിർത്തിയതും കൂടെ തെളിവാക്കുമ്പോഴാണ് ആ തെളിവിനോട് നീതി പുലർത്തുന്നവരാവുകയുള്ളൂ എന്നുകൂടി അവിടെ മനസ്സിലാക്കണം. ഏതായാലും ഇരിക്കട്ടെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്ത് എന്താ ഈ വിഷയത്തിൽ? അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അടുത്ത് ഞാൻ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ തങ്ങളുടെ കൂടെ നിസ്കരിക്കാൻ വരട്ടെ എന്ന് ചോദിച്ച ഒരു ഉമ്മ ഉണ്ടല്ലോ, ഒരു സഹാബി വനിതയുണ്ടല്ലോ, ഉമ്മു ഹുമൈദിന് സായിദി റളിയല്ലാഹു അൻഹ. ആ ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹ നബി തങ്ങളോട് വന്ന് ചോദിച്ച സംഭവം മഹാനായ ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു തന്റെ മുസ്നദിലും അതേപോലെ ഇബ്നു ഖുസൈമ തന്റെ സഹീഹിലും ഇബ്നു ഹിബ്ബാൻ തന്റെ ഹദീസ് ഗ്രന്ഥത്തിലും എന്തിനധികം അൽബാനി പോലും തന്റെ സഹീഹു തർഗീബ് വ തർഹീബിലും ഒക്കെ ഉദ്ധരിച്ചിട്ടുള്ള സംഭവത്തിൽ നമുക്ക് കാണാൻ പറ്റും. ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ചോദിക്കുന്നു, ഇന്നി ഉഹിബ്ബു സ്വലാത്ത മഅക യാ റസൂലല്ലാഹ്, നബിയെ തങ്ങളുടെ കൂടെ ഈ പള്ളിയിൽ നിസ്കരിക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു.
റസൂലുള്ളാഹിന്റെ മറുപടി എന്താ? എല്ലാ സ്ത്രീകളും വരുന്നുണ്ടല്ലോ ഉമർ ഫൈസി പറഞ്ഞ പോലെ, അതുകൊണ്ട് നീയും വന്നു, നിനക്കെന്താ ഒരു പ്രത്യേക സമ്മതം ചോദിക്കൽ എന്ന് അതിനെ ആക്ഷേപിക്കുകയാണോ റസൂല ചെയ്തത്? അല്ല, മറിച്ച് ആ സംഭവത്തിൽ എന്താ പറഞ്ഞത്? അത് അലിംതു അന്നക്കി തുഹിബ്ബീന സ്വലാത്ത മഅി, എന്റെ കൂടെ നിസ്കരിക്കാൻ നിനക്ക് ഇഷ്ടമുണ്ടെന്ന് എനിക്കറിയാം ഉമ്മുഹുമൈദേ, പക്ഷേ വസലാത്തുക്കി ഫീ ബൈതിക്കി, നിന്റെ വീട്ടിൽ വെച്ചുള്ള നിന്റെ നിസ്കാരം ഖൈറുല്ലക്കി, അതാണ് നിനക്ക് ഉത്തമം മിൻ സ്വലാത്തിക്കി ഫീ ഹുജറത്തിക്കി എന്നിങ്ങനെ ഒരു മനുഷ്യന്റെ ദർശനം പതിയാൻ കൂടുതൽ സാധ്യതയുള്ള പ്രദേശങ്ങളെയും തീരെ സാധ്യതയില്ലാത്ത വീട്ടിൽ നിന്ന് തന്നെയുള്ള വളരെ പ്രൈവസിയുള്ള സ്ഥലത്തെയും ഒക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹയോട് നിരുപാധികം നിനക്ക് പുണ്യമുള്ളത് നിന്റെ വീട്ടിന്റെ ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഭാഗത്താണെന്ന് പറഞ്ഞപ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നന്മ പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹ് വഫ്അലുൽ ഖൈറ ലഅല്ലകും തുഫ്ലിഹൂൻ, നിങ്ങൾ വിജയികളാകാൻ ഖൈറ് മനസ്സിലാക്കി അത് പ്രവർത്തിക്കണമെന്ന് വിശുദ്ധ ഖുർആനിന്റെ ഉത്ബോധനം സമൂഹത്തിന്റെ മുന്നിൽ സമുദ്ധാരണത്തിന് വേണ്ടി നടത്തിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നബി തങ്ങളുടെ ഉത്ബോധനത്തിന്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹ അവർക്ക് വേണ്ടി നിസ്കരിക്കാൻ ഫബുനിയ ലഹാ മസ്ജിദുൻ ഫി അഖ്സാ ശൈഇൻ മിൻ ബൈതിഹാ വഅളമിഹി, അവരുടെ വീട്ടിന്റെ ഏറ്റവും ഇരുട്ടുള്ള ഭാഗത്ത് ആരുടെയും ശ്രദ്ധയിൽപ്പെടാത്ത ഒരു സ്ഥലത്ത് നിസ്കരിക്കാൻ വേണ്ടി അവർക്ക് പ്രത്യേകം സ്ഥലം തയ്യാർ ചെയ്യുകയും ഫകാനത്ത് തുസല്ലി ഫീഹി ഹത്താ ലഖിയത്തില്ലാഹ അസ്സ വജൽ, വഫാത്ത് വരെ അവരവിടെ നിസ്കരിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി, സമൂഹത്തിന് നന്മ പഠിപ്പിക്കാൻ വന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ പള്ളിയിൽ ജമാഅത്തിന് വരട്ടെ എന്ന് വെച്ചാൽ എന്തൊക്കെ പ്രത്യേകതയാണ് ആ ജമാഅത്തിന്? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒന്ന്, മദീനത്തെ പള്ളി എന്ന് പറഞ്ഞാൽ മറ്റു പള്ളികളിൽ 1000 നിസ്കാരം നടത്തുന്നതിനേക്കാൾ പുണ്യമാണ് മദീനത്തെ പള്ളിയിലെ ഒരു നിസ്കാരത്തിന്. അതാണ് അതിന്റെ സ്ഥലം തന്നെ നിൽക്കുന്ന പുണ്യം. ഇനി ഇമാമ നിൽക്കുന്നത് ആരാ? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, മൗമൂമുകൾ, സിദ്ദീഖുൽ അക്ബറിനെ പോലത്തെ പവന്മാറ്റ് പവറുള്ള വ്യക്തിത്വങ്ങൾ. അങ്ങനത്തെ ഒരു അനുഗ്രഹീതമായ ജമാഅത്ത് ലോകത്ത് വേറെ കിട്ടാനില്ലല്ലോ. ആ ജമാഅത്ത് നടക്കുന്ന സ്ഥലത്തിന്റെ മഹത്വത്തിലും അതൊക്കെ ഉൾക്കൊള്ളാൻ പറ്റും വിധത്തിലുള്ള പുണ്യത്തിനു വേണ്ടി ഞാനും പങ്കെടുക്കട്ടെ എന്ന് ചോദിച്ച പെണ്ണിനോടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിനക്ക് ഇതിനേക്കാൾ എല്ലാ പുണ്യം നിന്റെ വീട്ടിന്റെ ഉള്ളിൽ ഒരാളുടെയും ശ്രദ്ധയിൽപ്പെടാത്ത സ്ഥലത്തുള്ള നിസ്കാരമാണെന്ന് പറഞ്ഞപ്പോൾ മഞ്ചേരിയിലെ യൂണിറ്റി വിമൻസ് കോളേജിൽ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നമുക്കറിയാം പെണ്ണിനെ പള്ളിയിലുള്ള ആരാധനക്ക് സ്വാതന്ത്ര്യം നിഷേധിച്ചു എന്ന് പറഞ്ഞ് പരസ്യമായി ഈ മൗലവിമാരുടെ ദുർവ്യാഖ്യാനം ശരിയാണെന്ന് വിശ്വസിച്ചുകൊണ്ട് മഞ്ചേരി അങ്ങാടിയിലൂടെ ആളുകൾ നോക്കി നിൽക്കെ പ്രകടനം നടത്തിയ ഈ പുത്തനവാദികളായിട്ടുള്ള താത്തമാരുടെ സംസ്കാരം ഉമ്മു ഹുമൈദ് റളിയല്ലാഹു അൻഹ പഠിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ റസൂലുള്ള പറഞ്ഞതനുസരിച്ച് ഖൈർ ഏതാണെങ്കിൽ അതാണ് എനിക്ക് ചെയ്യേണ്ടത് എന്ന് മനസ്സിലാക്കി അവരുടെ വീട്ടിന്റെ ഉള്ളിൽ ഒരാളുടെയും ശ്രദ്ധയിൽ പതിയാത്ത സ്ഥലത്ത് അവർ നിസ്കരിക്കാൻ വേണ്ടി സ്ഥലം തയ്യാർ ചെയ്യുകയും അവിടെ നിസ്കരിക്കുകയും ചെയ്തു. ഇനി നിങ്ങൾ നോക്കൂ, ഇതിന് വിരുദ്ധമായി പറ്റുമെങ്കിൽ പള്ളി തന്നെയാണ് പെണ്ണ് വരേണ്ടത് എന്നത് പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഹദീസിന്റെ കഷ്ണമെങ്കിലും ഏതെങ്കിലും ആളുകൾക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? ഇനി നിങ്ങൾ നോക്കൂ, അവ പോയി എന്ന് പറയുന്ന സംഭവങ്ങൾ ഒന്നും തന്നെ അത് സാമാന്യവൽക്കരിക്കാൻ പറ്റിയതല്ല. അതൊരു കാലഘട്ടത്തിലുള്ള സംഭവങ്ങളാണ്. അങ്ങനെ പല സംഭവങ്ങളും ഇല്ലേ? കള്ളുടിച്ചതൊക്കെ അല്ലേ ഒരു കാലഘട്ടത്തിൽ? അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടോ ലോകത്ത് നിലനിൽക്കുന്നു? അതുകൊണ്ട് തന്നെ അത് സാമാന്യവൽക്കരിക്കുന്നത് ദുർവ്യാഖ്യാനമല്ലാതെ മറ്റൊന്നുമല്ല. ഇനി നിങ്ങൾ നോക്കൂ ബഹുമാനപ്പെട്ട സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സഹാബത്തിന്റെ നിലപാട് എന്താ ഈ വിഷയത്തിൽ? അബി അംദിൻ ശൈബാനി റളിയല്ലാഹു അൻഹു അന്നഹു റഅ അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹുവിനെ, സഹാബിയാണ്, അദ്ദേഹത്തെ ഞാൻ കണ്ടു, യുഖ്രിജു നിസാഅ മിനൽ മസ്ജിദി യൗമൽ ജുമുഅ, ഒറ്റയും തെറ്റയും വന്നിട്ടുള്ള പെണ്ണുങ്ങളെ പള്ളിയിൽ നിന്ന് ഇറക്കി വിടുന്നത് കണ്ടു. വയഖൂൽ, അദ്ദേഹം പറയുന്നു, ഉഖ്റുജന ഇലാ ബുയൂതികുന്ന ഖൈറിൽ ലകുന്ന, നിങ്ങൾക്ക് ഉത്തമമായ നിങ്ങളുടെ വീടുകളിലേക്ക് പോയിക്കോളൂ, നിങ്ങൾ ഈ പള്ളിയിലല്ല വരേണ്ടത്. മഹാനായ ഇമാം തുബ്രാനി റളിയല്ലാഹു അൻഹു തന്റെ കബീറിൽ ബിസ്നാദിൽ ലാ ബഅസ ബിഹി, കുഴപ്പമില്ലാത്ത പരമ്പരയിലൂടെ ഉദ്ധരിച്ചു എന്ന് ഇമാം ഹാഫിദ് അൽ മുൻദിരി തന്റെ തർഗീബ് വ തർഹീബിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ആ ഹദീസിൽ നമുക്ക് കാണാൻ സാധിക്കും. തറാവീഹിന്റെ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹുവിനെ വല്ലാതെ കോട്ട് ചെയ്ത് കണ്ടു ഇതേ മൗലവി ഒരു സ്ഥലത്ത് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് തന്നെ. എന്നാൽ ഇമാം സുയൂത്തി റളിയല്ലാഹു അൻഹു തന്റെ അദ്ദുറുൽ മൻസൂർ എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നത് കാണാം. ബഹുമാനപ്പെട്ട അബൂബർദ റളിയല്ലാഹു അൻഹു തന്റെ വീട്ടിലേക്ക് വന്നപ്പോൾ തന്റെ വീട്ടിലുള്ള ഉമ്മു വലദിനെ അടിമയെ കാണുന്നില്ല. അപ്പൊ എവിടെ അന്വേഷിച്ച് നോക്കുമ്പോ അവർ പള്ളിയിൽ പോയി എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒറ്റപ്പെട്ടത് പോണ കൂട്ടത്തിൽ. അപ്പൊ ഫലം
ജമാഅത്ത് അവർ വന്നപ്പോ സാഹബിഹ അബൂബർസത്തുൽ അസ്ലമി റളിയല്ലാഹു അൻഹു അവരോട് ഉറക്കെ ശകാരിച്ചുകൊണ്ട് അട്ടഹസിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ നഹൻ നിസാ അൻ യഖ്റുജ്ന, പുറത്തിറങ്ങരുത് എന്നാണ് അല്ലാഹു തആല വിലക്കിയത്. വാമറഹുന്ന യഖിർന ഫീ ബുയൂതിഹിന്ന, വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണമെന്നാണ് അല്ലാഹു തആല അവരോട് കൽപ്പിച്ചത്. വലാ യത്ബീന ജനാസതൻ വലാ യതീന മസ്ജിദൻ, അവർ മയ്യിത്തിന്റെ കൂടെ പോകേണ്ടവരല്ല, പള്ളിയിൽ വരേണ്ടവരുമല്ല എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് അങ്ങനെയാണ്. വലാ യശ്ഹദന ജുമുഅത്തൻ, അവർ ജുമുഅയിലും പങ്കെടുക്കേണ്ടതില്ല. ഇത് ഇമാം സുയൂത്തിയുടെ അദ്ദുറുൽ മൻസൂറിൽ നമുക്ക് കാണാം. അപ്പൊ ആ നിലക്ക് മുസ്ലിം ലോകത്ത് ഒരുപാട് കാലങ്ങളായി ഒരു തർക്കമല്ലാതെ ഈ പുത്തൻവാദികളുടെ പോലും വേണ്ടപ്പെട്ടവർ പല സ്ഥലങ്ങളിലും വിശദീകരിക്കുന്നത് പെണ്ണിന് പള്ളിയിൽ ഖൈറില്ല എന്ന് തന്നെയാണ്. എന്നിട്ടും ഇദ്ദേഹം അത് വലിയ പുണ്യമാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിച്ചത് ഏറ്റവും വലിയ ദുർവ്യാഖ്യാനമായി പോയി എന്ന് വിനീതമായി പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാര് പള്ളിയിൽ 10 ദിവസം ഇഅ്തികാഫ് വരെ ഇരുന്നിരുന്നു റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം എന്ന് ബുഖാരിയിലെ ഹദീസ് ഉണ്ട് എന്ന് അദ്ദേഹം വലിയ ഒച്ചയിൽ പറയുന്നത് കേട്ടു. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം, നബി സല്ലല്ലാഹു തങ്ങളുടെ ഭാര്യമാര് ഇഅ്തികാഫ് ഇരുന്നിരുന്നു എന്ന് ബുഖാരിയിലുണ്ട്. പക്ഷെ ആ ഇരുന്ന സ്ഥലം മദീനത്തെ മസ്ജിദുൻ നബവിയിലായിരുന്നു. സുമ്മ ഇഅ്തകഫ അസ്വാജുഹു മിൻ ബഅദിഹി, റസൂലുള്ളാഹിന്റെ ശേഷം ഭാര്യമാര് ഇഅ്തികാഫ് ഇരുന്നു എന്നേ ഉള്ളൂ. ആ ഇഅ്തികാഫ് ഇരുന്ന സ്ഥലം എവിടെയാ എന്ന വിഷയത്തിൽ ബുഖാരി ഇമാമ് മദീനത്തെ പള്ളിയിലാണെന്ന് വിശദീകരിച്ചിട്ടില്ല. ഇല്ലെന്ന് മാത്രമല്ല, നമ്മൾ മനസ്സിലാക്കൂ, ഇമാം ബുഖാരിയുടെ 2033 നമ്പർ ഹദീസ് ബാബു ഇഅ്തികാഫിൻ നിസാഇ എന്ന അധ്യായം, ആ അധ്യായത്തിൽ പെണ്ണുങ്ങളുടെ ഇഅ്തികാഫ് എന്ന ചർച്ചയിൽ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു തങ്ങൾ സാധാരണ അവസാനത്തെ 10 റമദാനിൽ ഇഅ്തികാഫ് ഇരിക്കും. അങ്ങനെ എനിക്കും അവിടെ ഇരിക്കാൻ വേണ്ടി ഞാനൊരു പ്രത്യേക ഖൈമ പള്ളിയിൽ തന്നെ തയ്യാറാക്കി. പിന്നെ ഹഫ്സ ബീവി ഒന്ന് സമ്മതം ചോദിച്ചു ഖൈമ ഉണ്ടാക്കാൻ, അവർക്കും സമ്മതം കൊടുത്തു ആയിഷ ബീവി. അങ്ങനെ അവര് ഖൈമ ഉണ്ടാക്കുന്നത് കണ്ടപ്പോ സൈനബ് റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹിന്റെ മറ്റൊരു ഭാര്യ വന്ന് അവര് വേറെ ഖൈമ ഉണ്ടാക്കി. അങ്ങനെ നബി സല്ലല്ലാഹു തങ്ങൾ പള്ളിയിൽ നോക്കുമ്പോ കുറെ ഖൈമകൾ ഇങ്ങനെ കണ്ടു. അപ്പൊ നബി തങ്ങൾ ചോദിച്ചു, മാഹാദാ, ഇതെന്താണെന്ന് ചോദിച്ചു. ഫഉഖ്ബിർ, അപ്പൊ റസൂലുള്ളാഹിക്ക് ഇത് അങ്ങയുടെ ഭാര്യമാരനെ കെട്ടിയിട്ടുള്ള ഖൈമകളാണെന്ന വിവരം കിട്ടി. അപ്പൊ ഫഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആൽ ബിർറ തുറൗന ബിഹിന്ന, ഇവര് ചെയ്യുന്ന നന്മയാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ എന്ന് ബഹുമാനപ്പെട്ട സഹാബത്തിനോട് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു. എന്നിട്ട് ഫതറക്കൽ ഇഅ്തികാഫ ദാലിക ശഹറ, ആ വർഷം നബി തങ്ങൾ ഇഅ്തികാഫിനെ ഒഴിവാക്കി. സുമ്മ ഇഅ്തകഫ അശറൻ മിൻ ശവ്വാൽ, ശവ്വാലിൽ 10 ദിവസമാണ് നബി തങ്ങൾ പിന്നീട് റമളാനിലെ 10 പകരം ഇഅ്തികാഫ് ഇരുന്നത്. ഇത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ 2033 നമ്പർ ഹദീസാണ്. ആ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്നെ ഫതുൽ ബാരിയിൽ പറയുന്നു, ബാബു ഇഅ്തികാഫിൻ നിസാഇ എന്ന് പറഞ്ഞാൽ ഐ മാ ഹുക്മുഹു, എന്താണ് പെണ്ണിന്റെ പള്ളിയിലെ ഇഅ്തികാഫിന്റെ വിധി. വഖദ് അത്ലഖ ശാഫിഈ, ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു നിരുപാധികം പറഞ്ഞിരിക്കുന്നു കറാഹതഹു ലഹുന്ന, ആ ഇഅ്തികാഫ് പെണ്ണുങ്ങൾക്ക് കറാഹത്താണ്. ഫിൽ മസ്ജിദില്ലദീ തുസല്ലാ ഫീഹിൽ ജമാഅ, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ ഇഅ്തികാഫിരിക്കൽ പെണ്ണിന് കറാഹത്താണ് എന്ന് നിരുപാധികം ഷാഫി ഇമാമ് പറഞ്ഞിരിക്കുന്നു. വെറുതെ പറഞ്ഞതല്ല. വഹ്തജ്ജ ബി ഹദീസിൽ ബാബി, ഇവിടെ പറഞ്ഞ നമ്മളിപ്പോ വായിച്ച ഈ ഹദീസ് കൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തെളിവും പിടിച്ചു. ഈ ഹദീസിൽ അതിന് തെളിവുണ്ട്. കാരണം ഫൈന്നഹു ദാലുൻ, ഈ ഹദീസ് അറിയിക്കുന്നുണ്ട് അലാ കറാഹത്തിൽ ഇഅ്തികാഫി ലിൽ മർഅതി, പെണ്ണിന് ഇഅ്തികാഫ് കറാഹത്താണെന്ന്. ഇല്ലാ ഫി മസ്ജിദി ബൈതിഹാ, അവളുടെ വീട്ടിലെ പള്ളിയിലല്ലാതെ. ഉണ്ടോ? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ആ കൊല്ലം ഇഅ്തികാഫിനെ ഉപേക്ഷിച്ചു. എന്നിട്ടോ പിന്നീട് റസൂലുള്ളാഹിന്റെ ഭാര്യമാര് ഇഅ്തികാഫ് ഇരുന്നു എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്. ഈ ഇഅ്തികാഫിൽ റസൂലുള്ളാഹി നീരസം പ്രകടിപ്പിച്ചല്ലോ. അപ്പൊ പിന്നെ അവർ ഇഅ്തികാഫ് ഇരുന്നത് എവിടേക്കും? അവരുടെ വീട്ടിൽ പ്രത്യേകം നിസ്കരിക്കാൻ വേണ്ടി ഒരു സ്ഥലം തയ്യാറാക്കിയിട്ട് പള്ളിയാക്കി വഖഫ് ചെയ്തിട്ട് അവിടെ ഇരിക്കാം. വീട്ടിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വേണ്ടി പള്ളിയാക്കിയിട്ട് ഒരു സ്ഥലം വഖഫ് ചെയ്യുകയും അവിടെ ഇഅ്തികാഫ് ഇരിക്കുകയും ചെയ്താൽ അത് തെറ്റാന്ന് മുസ്ലിം ലോകത്താരും പറയണില്ല, ഞങ്ങളും പറയണില്ല. അതുകൊണ്ട് തന്നെ ഇമാം ഇബ്നു ഹജർ അസ്ഖലാനി റളിയല്ലാഹു അൻഹു തന്റെ ഫതുൽ ബാരിയിൽ ബുഖാരി ഇമാമിന്റെ ഈ ഹദീസ് ഉദ്ധരിച്ച് പറഞ്ഞതൊക്കെ ഒന്ന് വായിച്ചു നോക്കിയിട്ട് വേണമായിരുന്നു ഈ മൗലവി ഈ വിധത്തിലുള്ള ആ ദുർവ്യാഖ്യാനങ്ങളുമായി രംഗത്ത് വരാൻ എന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ഇബ്നു ഹജർ തങ്ങൾ പറയണത് എന്താ, വീട്ടിലെ പള്ളിയിലാണ് ഇഅ്തികാഫ് പറ്റുള്ളൂ, ജമാഅത്ത് നടക്കുന്ന പള്ളിയിൽ കറാഹത്താണ് എന്ന് പറഞ്ഞിട്ട് അവർ കാരണം പറയല്ലേ, അന്നഹാ തതഅറദു ലികസ്റതി മൻ യറാഹാ, ഒരുപാട്
ആളുകൾ അവരെ കാണാൻ അത് ഒരു കാരണമാകുന്ന ഒരു അവസ്ഥ അത് കൊണ്ടുവരും. അത് അപകടമാണ്. ഇനി പള്ളി പോണ വിഷയം പറഞ്ഞോർ തന്നെ നമുക്ക് കാണാൻ സാധിക്കുമല്ലോ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദീസ് പോയി എന്ന് പറയണ ആ അനുവാദത്തെ കുറിക്കുന്ന ഹദീസുകളൊക്കെ പറയുന്നിടത്ത് തന്നെ ഇബ്നു ഹജർ തങ്ങൾ അടക്കമുള്ള പണ്ഡിതന്മാരൊക്കെ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ. വലാ യഖ്ഫ, അവ്യക്തമല്ല, അന്ന മഹല്ല ദാലിക, ഇങ്ങനെ പോകാനുണ്ട് അനുവാദമുണ്ട് എന്ന് പറയുന്നത് തന്നെ ഇദാലം യുഖ്ശാ അലൈഹിന്ന ഔ ബിഹിന്ന ഫിത്ന, അവരുടെ മേലിലോ അവർ കാരണത്താലോ ഒരു കുഴപ്പം പേടിക്കാത്ത സ്ഥലത്താണ്. അതേസമയത്ത് ഇന്നത്തെ കാര്യം മക്കത്തെ ഇമാമ് പ്രസംഗിച്ചതുപോലെ ഈ വിധത്തിൽ കുഴപ്പം എത്ര തന്നെ പറഞ്ഞാലും മനസ്സിലാകാത്ത വിധത്തിൽ കുഴപ്പമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഒരു കുഴപ്പമില്ലെങ്കിൽ തന്നെ പെണ്ണിന് ഹൈറ് വീടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പച്ചയായി പഠിപ്പിച്ചിരിക്കെ ആ നന്മ അനുസരിച്ച് പ്രവർത്തിക്കണം എന്ന് പറയുന്നതിന് പകരം ഈ നന്മയിൽ നിന്ന് വളരെ അപകടം പിടിച്ചൊരു മേഖലയിലേക്ക് ഈ സ്ത്രീ സമൂഹത്തെ എഴുന്നള്ളിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്തായാലും ഒരു മതത്തോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗമല്ല. അതിനുവേണ്ടി ബഹുമാനപ്പെട്ട സൗദ ബീവിയെ പോലും ഈ മൗലവി കരുവാക്കി എന്നത് ഇദ്ദേഹത്തിന്റെ ആ ദുർവ്യാഖ്യാനത്തിലുള്ള വല്ലാത്തൊരു കഴിവാണ് പ്രകടമാകുന്നത്. കാരണം സൗദ ബീവി റളിയല്ലാഹു അൻഹ ഫർളായ ഹജ്ജ് മുംറയും നിർവഹിച്ചതിന് ശേഷം സ്ത്രീകൾ വീട്ടിൽ അടങ്ങിയിരിക്കണമെന്ന കൽപ്പന വന്നതിന് ശേഷം ഹജ്ജിനും ഉംറക്കും വരെ പോയിട്ടില്ല എന്നാ ചരിത്രം. ലിമലാ തഹജ്ജീന വലാ തഅ്തമിരീന, എന്താ നിങ്ങൾ ഹജ്ജിനും ഉംറക്കും പോകാത്തതെന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞ മറുപടി, ഞാൻ എന്റെ ഫർളായ ഹജ്ജും ഉംറയും നിർവഹിച്ചിട്ടുണ്ട്, ഇനി അല്ലാഹു തആല എന്നോട് പറഞ്ഞത് വീട്ടിൽ ഒതുങ്ങിയിരിക്കാനാണ്. അതുകൊണ്ട് തന്നെ സൗദ ബീവിയുടെ മയ്യിത്തല്ലാതെ പിന്നെ വീട്ടിൽ നിന്ന് പുറത്തിറക്കിയിട്ടില്ല. അങ്ങനത്തെ സൗദ ബീവിയെ പോലും ഈ വേണ്ടാത്തരത്തിന് കരുവാക്കാൻ വേണ്ടി ഇദ്ദേഹം ശ്രമിക്കുമ്പോ ഇവരുടെയൊക്കെ നിലപാടും മനസാക്ഷിയും എന്തുമാത്രം മോശമാണ് എന്നത് നമ്മൾ മനസ്സിലാക്കുകയും ഉൾക്കൊള്ളുകയും ചെയ്യണം. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സഹോദരിമാരോട് നമുക്ക് പറയാനുള്ളത്, അവർക്ക് നിസ്കരിക്കാൻ ഏറ്റവും ഉത്തമം അവരുടെ വീടാണെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിരിക്കുന്നു. ആ പഠിപ്പിച്ച് തന്നെയാണ് എല്ലാവരും വയലു പറയേണ്ടതും അതന്നെയാണ് സ്ത്രീ സമൂഹത്തോട് ഉത്ബോധിപ്പിക്കേണ്ടതും അത് തന്നെയാണ് ദീന് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് സ്വഹാബത്തിന്റെ കാലത്ത് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് മതം പഠിച്ച സഹാബികൾ കേരളത്തിൽ വന്ന് ദീന് പ്രചരിപ്പിച്ചിട്ട് അവർ പള്ളികൾ ഉണ്ടാക്കിയിട്ട് ഒരു പള്ളിയിലുള്ള ഒരു ലേഡീസ് റിസർവേഷൻ കമ്പാർട്ട്മെന്റ് ഉണ്ടായില്ല. മറിച്ച് ആദ്യമായിട്ട് പള്ളിയിൽ പോയ പെണ്ണ് വെള്ളാറമ്പാറ ഖദീജക്കുട്ടിയും അതേപോലെ PK ആമിനയുമാണെന്ന്. അത് മലപ്പുറം ജില്ലയിലെ ഒതായി എന്ന് പറയുന്ന ആ പ്രദേശത്ത് ഉള്ള പള്ളിയിലാണെന്ന്. അത് 950കൾക്കു ശേഷമാണ് പോയതെന്ന് ഇവരുടെ തന്നെ പുടവ മാസികയിൽ പറയുമ്പോ നമ്മൾ ചിന്തിക്കണം. ഈ മുസ്ലിം ഉമ്മത്തിന്റെ ഹൈറ് മുടക്കാനുള്ള ഇത്തരക്കാരുടെ ശ്രമങ്ങൾ ഇതിൽ മാത്രമല്ല എല്ലാ വിഷയത്തിലും അവർ അങ്ങനെ തന്നെയാണ്. നന്മ ഉള്ളത് നിരാകരിക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ ദുർവ്യാഖ്യാനങ്ങൾ നടത്തുന്ന ശൈലിയാണ് സ്വീകരിക്കൽ. മുസ്ലിമീങ്ങൾ ഒരിക്കലും അതിൽ പെട്ടുപോകരുത്. അല്ലാഹു തആല നമുക്കെല്ലാം നല്ലത് ഉൾക്കൊള്ളാനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. വസല്ലല്ലാഹു അലാ സയ്യിദിനാ മുഹമ്മദിൻ വആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.